പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയുടെ വേളയ്ക്കായി നമ്മുടെ ദൈവത്തെ നമുക്ക് നന്ദിയോടെ മഹത്വപ്പെടുത്താം. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തരികയും ഈ വേളയിൽ നമ്മെ നമ്മുടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനായി കൂട്ടിച്ചേർക്കുകയും ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ മഹാദയയ്ക്കായി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. അതെ, കർത്താവിൻ്റെ നാമം ബലമുള്ള ഗോപുരം. അത് ആർക്കാണെന്ന് ചോദിച്ചാൽ നീതിമാന്. കർത്താവ് ഈ ലോകത്തിലുള്ള സകലരെയും സൃഷ്ടിച്ചു എങ്കിലും ദൈവത്തിൻ്റെ നാമം എല്ലാവർക്കും ബലമുള്ള ഗോപുരം, ഓടി വന്ന് അഭയം പ്രാപിക്കാം എന്നല്ല പറഞ്ഞത്. നീതിമാൻ ഓടി വന്ന് അതിലേക്ക് അഭയം പ്രാപിക്കുന്നു എന്ന്. ഈ അഭയം കിട്ടുന്നത് നീതിമാനാണ്. ആരാണ് നീതിമാൻ? ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് പാപക്ഷമ നേടിയവനായി, പാപം തുടച്ചു മാറ്റപ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കപ്പെട്ട് ദൈവ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് നീതിമാൻ. ഈ ലോകത്തിലെ ന്യായത്തിനോ നീതിക്കോ നീതിമാൻ എന്ന വാക്കുമായി ബന്ധമില്ല. പിന്നെയോ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ട് കർത്താവിൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്നവൻ നീതിമാൻ. ആ നീതിമാന് ദൈവം എന്നും അഭയസ്ഥാനം. അവർക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല. ഏത് കഷ്ടം കടന്നു വന്നാലും, എത്ര ദുരിതങ്ങൾ കടന്നു വന്നാലും, എത്ര ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്നാലും അവർ കുലുങ്ങിപ്പോകയില്ല. കാരണം സകലവും സൃഷ്ടിച്ചവൻ അവരുടെ അഭയസ്ഥാനം. ഇന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങളിൽ ചിലരൊഴികെ, വിരലിൽ എണ്ണാവുന്ന ചിലരൊഴികെ ബാക്കി എല്ലാവരും തന്നെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കപ്പെട്ടവർ. നിങ്ങൾ പൂർണ്ണമായി ദൈവ ഇഷ്ടം ചെയ്ത് നീതിമാന്മാരായി ദൈവത്തിൻ്റെ സന്നിധിയിൽ കാണപ്പെട്ടാൽ നിങ്ങൾ ഒന്നിനെയും ഭയക്കേണ്ടതില്ല. കർത്താവിൻ്റെ നാമം നിങ്ങൾക്ക് ബലമുള്ള ഗോപുരം. ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാനായി നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്താം, ജീവനോടെ മഹത്വപ്പെടുത്താം. എല്ലാവരും ഒന്നിച്ച് ശബ്ദമുയർത്തി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഗ്ലോറി ടു മാസ്റ്റർ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. നന്ദിയോടെ ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു ഗാഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗാഡ്, ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങൾ അങ്ങ് മഹത്വപ്പെടുത്തുന്നു പിതാവേ. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ മുട്ടുകൾ മടക്കുന്ന ഈ വേളയിൽ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ സ്തുതിക്കുന്നു പിതാവേ. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ കൂട്ടിച്ചേർത്ത കൃപയ്ക്കായി, ഞങ്ങളുടെ കർത്താവിനെ ആരാധിക്കുവാനായി അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ മുട്ടുകളെ മടക്കുവാൻ മാത്രം അവിടുന്ന് ഞങ്ങളോട് ദയ കാണിച്ചിരിക്കുന്നതോർത്ത് നന്ദിയോട് ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു പിതാവേ. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്ന ഈ വേളയിൽ സ്വർഗം തുറന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് പ്രവർത്തിക്കുമാറാകണമേ പിതാവേ. ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൃപ ഒരിക്കൽ കൂടി ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു.
ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ പാപ ഭാരമെല്ലാം തൻ്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എൻ്റെ യേശു എത്ര നല്ലവൻ, എനിക്കായി കുരിശിൽ മരിച്ചു. എൻ്റെ യേശു എത്ര നല്ലവൻ, എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളി വാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ. എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ. മനം ഭാരത്താലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ, മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ. എൻ്റെ യേശു വന്നിടുമ്പോൾ തിരുമാർവോടണഞ്ഞിടും ഞാൻ. പോയപ്പോൾ താൻ വേഗം വരും. എൻ്റെ യേശു എത്ര നല്ലവൻ, പോയപ്പോൾ താൻ വേഗം വരും. എൻ്റെ യേശു എത്ര നല്ലവൻ, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. Hallelujah, praise the Lord. Hallelujah, 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 glory to God. Hallelujah, 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 glory to God, glory to God, glory to Masha. Hallelujah. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നന്ദിയോട് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു പിതാവേ. നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഇന്ന് വരെയും അവിടുന്ന് ഞങ്ങളെ സംരക്ഷിച്ച വിധങ്ങളെ ഓർത്ത് കർത്താവേ, ഇന്ന് വരെയും ഒന്നിനും മുട്ടില്ലാതെ ഞങ്ങളെ വഴി നടത്തിയതോർത്ത് ഇന്ന് വരെയും ഞങ്ങൾക്ക് അവിടുന്ന് കാവലായിരുന്നതിനാൽ നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ ഉള്ളം കരത്തിൽ ഞങ്ങളെ വഹിച്ച കർത്താവിൻ്റെ മഹാകൃപയ്ക്കായി നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. അവിടുത്തെ മഹാദയയ്ക്കായി നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു. Glory to God. Hallelujah, hallelujah, praise the Lord. Glory to God, praise the Lord. Glory to Master. Hallelujah. കർത്താവേ, ഞങ്ങളുടെ ബലഹീന നേരങ്ങളിൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും രോഗക്കിടക്കയിൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കുകയും ഞങ്ങളെ വഴി നടത്തി വരികയും ചെയ്ത കൃപയ്ക്കായി നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നു. Glory to God. Hallelujah, hallelujah, praise the Lord. Hallelujah, hallelujah, glory to Master. കർത്താവേ,
നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 மகிமைக்கு பாத்திரரே, வல்லமை மாட்சிமை நிறைந்தவரே, மகிமைக்கு பாத்திரரே, ஆராதனை உமக்கே, 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 ஆராதனை உமக்கே. உந்தன் சிறகுகளின் நிழலில் என்றென்றும் மகிழச் செய்தீர். உந்தன் சிறகுகளின் நிழலில் என்றென்றும் மகிழச் செய்தீர். தூயவரே என் துணையாளரே, துதிக்கு பாத்திரரே, தூயவரே என் துணையாளரே, துதிக்கு பாத்திரரே, ஆராதனை உமக்கே, 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 ஆராதனை உமக்கே. எந்தன் பலவீன நேரங்களில் உம் கிருபை தந்தீரையா, எந்தன் பலவீன நேரங்களில் உம் கிருபை தந்தீரையா. ஈசுரஜா என் பலனானீரே, எதற்கும் பயமில்லையே, ஈசுரஜா என் பலனானீரே, எதற்கும் பயமில்லையே, ஆராதனை உமக்கே, 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 ஆராதனை உமக்கே. எந்தன் உயிருள்ள நாட்களெல்லாம் உம்மை புகழ்ந்து பாடிடுவே, எந்தன் உயிருள்ள நாட்களெல்லாம் உம்மை புகழ்ந்து பாடிடுவே. ராஜா நீர் செய்த நன்மைகளை எண்ணிய துதித்திடுவே, ராஜா நீர் செய்த நன்மைகளை எண்ணிய துதித்திடுவே, ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை
പ്രാപിച്ച് നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു മാഷ്, ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ അല്പനേരം കൂടെ ആയിരിക്കുമ്പോഴും ദൈവാത്മാവ് പ്രവർത്തിക്കുമാറാകണമേ. കർത്താവിൻ്റെ പരിശുദ്ധാത്മശക്തി ഓരോ ഹൃദയങ്ങളെയും രൂപാന്തരപ്പെടുത്തുമാറാകണമേ. ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുമാറാകണമേ. കർത്താവേ, ഇവിടെ നിന്നും കേൾക്കുന്ന വചനങ്ങൾ, ഇവിടെ കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമാറാകണമേ. കർത്താവിൻ്റെ ആത്യന്ത ശക്തി പ്രവർത്തിക്കുമാറാകണമേ. ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുമാറാകണമേ. ദൈവത്തിൻ്റെ വചനം ഓരോ ഹൃദയങ്ങളിലും പതിയുമാറാകണമേ. ഗ്ലോറി ടു മാസ്റ്റർ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം ഫലം നൽകുമാറാകണമേ. ഗ്ലോറി ടു ഗോഡ്. നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു, നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങൾ കടന്നു പോകുമ്പോൾ നീതിമാന്മാരാകി ബലമുള്ളവരാകി ഞങ്ങളുടെ കർത്താവിൽ മാത്രം ആശ്രയിക്കുന്നവരാകി ഞങ്ങളുടെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായി കടന്നു പോകുവാൻ ദൈവത്തിൻ്റെ ശക്തി പിന്നെയും നിറയ്ക്കുമാറാകണമേ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു, നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു. കർത്താവേ, നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ മഹത്വപ്പെടുത്തുന്നു, നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളേവരെയും താഴ്ച അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങളുടെ ദൈവത്തിന് മാത്രം അർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഹല്ലേലൂയ. സങ്കീർത്തനം 55 അതിൻ്റെ 22 വാക്യം. സങ്കീർത്തനം 55 വാക്യം 22. നിന്റെ ചുമട് കർത്താവിൻ്റെ മേൽ വയ്ക്കുക, അവൻ നിന്നെ നിലനിർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ചുമട് കർത്താവിൻ്റെ മേൽ വയ്ക്കുക. നിന്റെ ചുമട് കർത്താവിൻ്റെ മേൽ വയ്ക്കുക. എന്ത് ചുമട്? നിന്റെ പ്രയാസങ്ങൾ, നിന്റെ ബുദ്ധിമുട്ടുകൾ, നിന്റെ സങ്കടങ്ങൾ, നിന്റെ ആവലാതികൾ, നിന്റെ രോഗം, മറ്റുള്ള കുടുംബ കാര്യങ്ങൾ, നീ എന്തിനായി ദുഃഖിക്കുന്നുവോ അതെല്ലാം കർത്താവിൻ്റെ മേൽ വയ്ക്കുക. നിന്റെ ചുമട് കർത്താവിൻ്റെ മേൽ വയ്ക്കുക. ഇതൊക്കെ ഭാരമാണ്, ചുമടാണ്. ഇതൊക്കെ ഒരു ചുമടാണ്. ഓരോരുത്തരും ചുമട് താങ്ങിയളാണ്. ഓരോരുത്തരും ചുമട് താങ്ങിയളാണ്. ദുഃഖമില്ലാത്ത, ദുരിതമില്ലാത്ത, ആവലാതികളില്ലാത്ത, രോഗമില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത, കടമില്ലാത്ത ഒരു വ്യക്തിയും ഈ ലോകത്തില്ല. എല്ലാ പേർക്കും ഏതെങ്കിലും ഒരു വകയിൽ ദുഃഖവും പ്രയാസങ്ങളും വേദനകളും തീരാവേദനകളും എല്ലാം ഉള്ളവരാണ് മനുഷ്യർ. അവരത് അനുഭവിക്കുന്നു. അവർ അനുഭവിച്ച് തീർക്കുന്നുവല്ല. എന്നാൽ കർത്താവിൻ്റെ മക്കൾക്ക് അതൊന്നും അനുഭവിക്കേണ്ടി വരികയില്ല. കർത്താവിൻ്റെ മക്കൾക്കൊരു പ്രത്യാശയുണ്ട്. എന്നെ രക്ഷിച്ചവൻ ജീവനോടിരിക്കുന്നു.
എന്നെ രക്ഷിച്ച യേശു എന്നോടൊപ്പമുണ്ട്. എന്നെ അഭിഷിക്തനാക്കിയ ദൈവം എന്നോടൊപ്പമുണ്ട്. എനിക്കായി എല്ലാം കരുതുകയും ചെയ്യുകയും ചെയ്യുന്ന ദൈവം എന്നോടുണ്ട് എന്നുള്ള ധാരണ കർത്താവിൻ്റെ മക്കൾക്കുണ്ടാകണം. കർത്താവിൻ്റെ മക്കൾക്കതുണ്ടാകണം. ആര് കർത്താവിൻ്റെ മക്കൾ? ദൈവത്തിൻ്റെ വിശുദ്ധ രക്തത്താൽ കഴുകപ്പെട്ട് പാപം ശുദ്ധീകരിക്കപ്പെട്ട് ദൈവ ചൈതന്യം, ആത്മാവിൻ്റെ ചൈതന്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ നീതിയിൽ ഉറച്ചു നിൽക്കുന്നത് കാരണം അവർ നീതിമാന്മാരാണ്. ആ നീതിമാന്മാർ ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ്. അവർക്ക് ഈ ലോകത്ത് സങ്കടങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, ദാരിദ്ര്യമുണ്ട്, കടബാധ്യതകളുണ്ട്, രോഗങ്ങളുണ്ട്, പുറത്തു പറയാനൊക്കാത്ത പല കാരണങ്ങളാലും ഹൃദയത്തിനകത്തെല്ലാം രഹസ്യമായി സൂക്ഷിച്ച് സങ്കടപ്പെടുന്നവരുണ്ട്, ദുഃഖിക്കുന്നവരുണ്ട്, രാത്രികാലങ്ങളിൽ രഹസ്യമായി കരയുന്നവരുണ്ട്. ഇത് മറ്റുള്ളവർക്കാണ്. ദൈവത്തിൻ്റെ മക്കൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ച് ദുഃഖിക്കേണ്ട കാര്യം അവർക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ ചുമട് കർത്താവിൻ്റെ മേൽ വയ്ക്കുക. നിന്റെ ചുമട്, നിന്റെ ഭാരം, നിന്റെ വേദനകൾ, നിന്റെ സങ്കടങ്ങൾ, നിന്റെ ബുദ്ധിമുട്ടുകൾ, നിന്റെ പ്രാരാബ്ധങ്ങൾ, നിന്റെ രോഗം, ശാപം എല്ലാം നീ കർത്താവിനെ ഫലമേൽപ്പിക്കും. നിന്നെ രക്ഷിച്ച കർത്താവിനോട് നീ അതിനെ ഫലമേൽപ്പിക്കണം, അതിനെ ഏൽപ്പിക്കണം. എനിക്ക് വയ്യ, എനിക്കിതൊക്കെ ചുമക്കാൻ വയ്യ, എനിക്കിത്രയധികം സങ്കടപ്പെടാനില്ല, എനിക്കിതൊക്കെ സഹിച്ചു പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല, നീ വെച്ചോ. ആധികാരികമായി ദൈവത്തോട് പറയാനുള്ള ഒരു ചങ്കൂറ്റം നിനക്കുണ്ടാകണം. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിന് മാത്രം ആശ്രയിക്കുന്നവരായി കാണപ്പെടുന്നവർ ധൈര്യമായി നമ്മുടെ ദുഃഖങ്ങളെ ദൈവത്തിന് പരമേൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. അതാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ ആവർത്തിച്ചു പറയുന്നു, നിന്റെ ചുമട് കർത്താവിൻ്റെ മേൽ വയ്ക്കുക. നിന്റെ ചുമട് കർത്താവിൻ്റെ മേൽ വയ്ക്കുക, കർത്താവിനെ ഏൽപ്പിക്കുക. കർത്താവേ, നീ എനിക്ക് അപ്പനാണ്. യേശുവേ, നീ എനിക്ക് അപ്പനാണ്. അപ്പനായ നീ എനിക്ക് രക്ഷയും അഭിഷേകവും കൃപകളും എല്ലാം തന്ന് എന്നെ ഇത്രയും കാലം സംരക്ഷിക്കുന്ന ഒരപ്പനായതുകൊണ്ട്, ഞാൻ നിൻ്റെ മകനായതുകൊണ്ട്, നിൻ്റെ മകളായതുകൊണ്ട് എൻ്റെ കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, എൻ്റെ പ്രാരാബ്ധങ്ങൾ, എൻ്റെ സങ്കടങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചുമക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നീ അപ്പനായതുകൊണ്ട് എൻ്റെ അപ്പനെ ഞാൻ ഏൽപ്പിക്കുകയാണ്. എൻ്റെ അപ്പനെ എൻ്റെ സങ്കടങ്ങൾ, ഭാരങ്ങളൊക്കെ ഞാൻ ഏൽപ്പിക്കുകയാണ്. നീ ഉത്തരവാദി, നീ നോക്കിക്കോ. ഞാൻ നിൻ്റെ മകനാണ്, നിൻ്റെ മകളാണ്. എനിക്കതിന്മേൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. നീ ചെയ്യണം എനിക്ക് വേണ്ടത്. എൻ്റെ സങ്കടങ്ങൾ നീ പോക്കിത്തരണം, എൻ്റെ കടം നീ തീർത്തു തരണം, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരിയായി നീ കടന്നു വരണം. എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നീ മനസ്സിലാക്കുന്നുണ്ട്, നിനക്കറിയാം. അതൊക്കെ എനിക്ക് നീ തരണം.
ഞാൻ ഇത് വെച്ച് എന്ത് ചെയ്യുമെന്ന് ഞാൻ കുഴങ്ങിപ്പോകുന്നു. അതിനി പറ്റില്ല, നീ വെച്ചോ പോ. നീയല്ലേ എന്നെ മകനാക്കി മാറ്റിയത്, നീയല്ലേ എന്നെ നീ മകളാക്കി മാറ്റിയത്. അപ്പം അപ്പൻ്റെ മക്കൾക്ക് എന്ത് വേണമോ അത് അപ്പനായ നീ ചെയ്തു കൊടുക്കണം. ഈ ഭാരം എന്നെ കൊണ്ട് താങ്ങാനൊക്കില്ല, നീ തന്നെ വെച്ചോ പോ. ഈ ചിന്ത നിനക്കുണ്ടാകണം. രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മക്കളെന്ന് അവകാശപ്പെടുന്നവർ എത്ര പേരുണ്ടോ അവർക്കിത് പറയാം. മറ്റുള്ളവർക്ക് പറയാൻ പറ്റുമോ? ഇല്ല. രക്ഷ എന്തെന്നറിയാതെയും ദൈവത്തിൻ്റെ കൃപ എന്തെന്നറിയാതെയും കാര്യസാധ്യത്തിനായി വരുന്നവർക്ക് ഇതിൻ്റെ അകവും പുറവും ഒന്നും അറിയില്ല. ഒരു ബന്ധമാണ്, അപ്പനും മക്കൾക്കുമുള്ള ബന്ധമാണ് രക്ഷിക്കപ്പെട്ടവർക്കും യേശുവിനുമുള്ള ബന്ധം. അതറിയാമോ നിനക്ക്? അതറിയാമോ? രക്ഷിക്കപ്പെട്ട മക്കൾക്കും യേശുവിനും അപ്പനും മക്കളും എന്നുള്ള ഒരു ബന്ധമാണുള്ളത്. അതാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ ചുമട് കർത്താവിൻ്റെ മേൽ വയ്ക്കുക. നീ കർത്താവിനെ, യേശുവിനെ അപ്പനായി കാണുന്നുവെങ്കിൽ നീ ആ അപ്പനെ, നിന്റെ ഭാരങ്ങൾ, സങ്കടങ്ങൾ അവനെ ഏൽപ്പിക്കുക. എങ്കിൽ നീ അങ്ങനെ ചെയ്യുമെന്നുണ്ട് എങ്കിൽ നിന്റെ എല്ലാ വേദനകളും അവനോട് തുറന്നു പറയുമെന്നുണ്ട് എങ്കിൽ നിന്റെ ആകുല ചിന്തകളെല്ലാം അവനെ അറിയിക്കുമെന്നുണ്ട് എങ്കിൽ നിന്റെ രോഗമോ നിന്റെ പ്രശ്നമോ നിന്റെ ശാപമോ എന്തൊക്കെയായാലും അവനോട് പറയുമെന്നുണ്ട് എങ്കിൽ, പറയുക മാത്രമല്ല ഭാരം അവനെ ഏൽപ്പിച്ചുകൊണ്ട് നീ സുഖമായിരിക്കാമെന്നുണ്ടെങ്കിൽ, ഭാരം ഏൽപ്പിച്ചു കഴിഞ്ഞു, ഇനി നിൻ്റെ പാട് നീ നോക്കിക്കോ. യേശുവേ, ഇത് നിൻ്റെ പാട് നീ നോക്കിക്കോ, എനിക്കിതുമായിട്ട് ബന്ധമില്ല, ഇനി എല്ലാം എനിക്ക് സാധിച്ചു തരണം. നീ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരിയായി ഓടുന്ന എല്ലാം ചെയ്തു തരണം. ഇത് ചോദിക്കാൻ കെൽപ്പുണ്ടോ? നീ കർത്താവിൻ്റെ മകളാണ്, കർത്താവിൻ്റെ മകനാണ്. ഇല്ല എങ്കിൽ നിൻ്റെ കാര്യം എനിക്ക് പറയാനില്ല. ഇത് പറയണമെങ്കിൽ നിൻ്റെ ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടാകണം. ദൈവത്തെ പൂർണ്ണമായി ഏൽപ്പിക്കണമെങ്കിൽ നിൻ്റെ ഹൃദയത്തിൽ വിശുദ്ധി നിറഞ്ഞിരിക്കണം. നിൻ്റെ പ്രവൃത്തികൾ ദൈവത്തിന് സ്വീകാര്യമായതായിരിക്കണം. ദൈവത്തെ നീ ആരാധിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവനാമം പുകഴ്ത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി കാണപ്പെടണം. നിന്നെ നീ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കണം, നിൻ്റെ അടുത്തിരിക്കുന്നവരെയൊക്കെ. ആ മനോഭാവം എന്ന് നിനക്കുണ്ടാകുന്നോ അന്ന് നീ മാറും. അതിനുശേഷം ദൈവത്തെ ഭരമേൽപ്പിക്കും. ഇല്ല എങ്കിൽ നിന്നെക്കൊണ്ട് ദൈവത്തിനടുത്ത് പറയാനുള്ള ഇത് ചങ്കൂറ്റമല്ല, നിൻ്റെ മനസ്സാക്ഷി കിടന്ന് പിടയും. നിൻ്റെ മനസ്സാക്ഷി കിടന്ന് പിടയും. എങ്ങനെ പിടയും? അയ്യോ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ലല്ലോ, അയ്യോ ഞാൻ ദൈവത്തെ പരിപൂർണമായി സ്നേഹിക്കുന്നില്ലല്ലോ, ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ലല്ലോ, ദൈവത്തിന് കൊടുക്കേണ്ട പണം ഞാൻ കൊടുക്കുന്നില്ലല്ലോ, ദൈവവചനപ്രകാരം ഞാൻ ജീവിക്കുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ ഞാൻ കർത്താവേ നിൻ്റെ മോളാണ് ഞാൻ, എൻ്റെ മകനാണ് ഞാൻ, നിൻ്റെ മകനാണ് ഞാൻ, നീ വെച്ചോ, എല്ലാ ഭാരവും നീ എനിക്ക് തീർത്തതാ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ നിന്നെക്കൊണ്ട് സാധിക്കാത്തതിൻ്റെ കാര്യം നിൻ്റെ മനസ്സാക്ഷി തടുക്കുകയാണ്. നീ അങ്ങനെ ഉള്ളവളല്ലല്ലോ, നീ കർത്താവിനെ സ്നേഹിക്കുന്നവളല്ലല്ലോ, നീ വചനം പാലിക്കുന്നവളല്ലല്ലോ, നീ വചനം പാലിക്കുന്നവനല്ലല്ലോ, നീ വചനം പൂർണ്ണമായി സ്വീകരിക്കാത്തവനാണല്ലോ. പിന്നെ നിനക്ക് എങ്ങനെ പറയാനൊക്കും? പറയാനൊക്കില്ല. മനസ്സാക്ഷിയിൽ തെറ്റില്ല എങ്കിൽ ദൈവത്തോട് നിനക്കിത് തുറന്നു പറയാനൊക്കും. അടുത്ത് വായിക്കാൻ, ധർമ്മിഷ്ഠനിളക്കമുണ്ടാകാൻ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന്, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നവന്
വചനപ്രകാരം ജീവിക്കുന്നതിന് ദൈവം എന്തു പറഞ്ഞിരിക്കുന്നുവോ അതൊക്കെ ജീവിതത്തിൽ നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇളക്കമുണ്ടാകാൻ അവൻ ഒരിക്കലും സമ്മതിക്കില്ല. കർത്താവിൻ്റെ മക്കൾക്ക് ഇളക്കം, ദുഃഖം, ദുരിതം, വേദന, സഹിക്കാനാകാത്ത പല പ്രശ്നങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഹൃദയത്തിനൊരാശ്വാസം കിട്ടുകയില്ല. അത് കിട്ടണമെങ്കിൽ അവനെ നീ ഏൽപ്പിക്കണം. ധൈര്യമായിട്ട് ഏൽപ്പിക്കാനുള്ള ഒരു മനസാക്ഷി നിനക്കുണ്ടാകണം. കാരണം ധർമ്മിഷ്ഠന്, ദൈവ പൈതലിന് ഇളക്കമുണ്ടാകാൻ, സങ്കടമുണ്ടാകാൻ, ദുഃഖമുണ്ടാകാൻ, ദൈവത്തിൻ്റെ മകൾ ഇരുന്ന് കരയുവാൻ, ദൈവത്തിൻ്റെ മകൻ ഇരുന്ന് കരയുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല, ദൈവം അനുവദിക്കുകയുമില്ല. അപ്പോൾ പരിപൂർണമായി ദൈവത്തെ ആശ്രയിക്കുന്നവർ, തനിക്ക് കിട്ടിയ രക്ഷയിൽ ഉറച്ചു നിൽക്കുന്നവർ, ദൈവത്തിൻ്റെ മക്കളായി മാത്രം കാണപ്പെടുന്നവർ, ദൈവത്തെ പരിപൂർണമായി സ്നേഹിക്കുന്നവർ, വചനപ്രകാരം ജീവിക്കുന്നവർ, അവർക്കൊക്കെ അവകാശമുണ്ട്. താ താ എനിക്ക് താ, എനിക്ക് താ, ഞാൻ നിൻ്റെ മോനാണ്, ഞാൻ നിൻ്റെ മകളാണ്, നിൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് എന്നെ കഴുകി എന്നെ ശുദ്ധീകരിച്ചത് നീയാണ്, എന്നെ ദൈവത്തിൻ്റെ പൈതലാക്കി മാറ്റിയത് നീയാണ്, ഞാൻ നിൻ്റെ മകനാണ്, മകളാണ്, എനിക്കെല്ലാം താ എന്ന് ചോദിക്കുന്ന വ്യക്തി ആരാണോ അവരാണ് വിശ്വാസികൾ, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അല്ലാതെ വന്ന് രണ്ട് പാട്ടും പാടി കയ്യും അടിച്ച് ഹല്ലേലൂയ സ്തോത്രവും പറഞ്ഞു പോയാൽ നീ ദൈവത്തിൻ്റെ മകനുമല്ല, ദൈവത്തിൻ്റെ മകളുമല്ല. കാരണം മറ്റുള്ളവർക്കത് ചെയ്യാം, നിനക്കത് ചെയ്യാൻ പറ്റില്ല, നിനക്ക് ചെയ്യാൻ പറ്റില്ല. നീ കർത്താവിൻ്റെ മകനും മകളുമായി മാറി ദൈവത്തിൻ്റെ മക്കളായി മാറിയവരായതുകൊണ്ട് നിങ്ങൾക്ക് അവകാശമുണ്ട്. എനിക്ക് താ, എൻ്റെ അപ്പൻ യേശുവാണ്, ആ യേശുവിൻ്റെ കയ്യിൽ നിന്നുള്ള അനുഗ്രഹം എനിക്ക് വേണം. തന്നില്ലെങ്കിൽ ഞാൻ പിടിച്ചു പറിച്ചെങ്കിലും മേടിക്കും. ഈ ചിന്ത ഉള്ളവരാണ് വിശ്വാസികൾ. ഈ ചിന്ത ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ രക്ഷപ്പെടുകയില്ല. ഇതാണ് യഥാർത്ഥ വിശ്വാസി. അല്ലാതെ ബൈബിളും കൊണ്ടുവന്നിട്ട് രണ്ട് വായനയും വായിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നതല്ല വിശ്വാസിയുടെ ലക്ഷണം. വിശ്വാസത്തിൽ കടന്നു വരണം. നീ ആരാണെന്നുള്ള കാര്യം നിനക്ക് പൂർണ്ണമായി അറിയണം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. മത്തായി 6:26. ആകാശത്തിലെ പറവകളെ നോക്കൂ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആകാശത്ത് പറന്ന് കളിക്കുന്ന പറവകളെ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. അവ വിതയ്ക്കുകയോ കൊയ്യുകയോ ചെയ്യുന്നില്ല, പത്തായ പുരകളിൽ കൂട്ടിവയ്ക്കുന്നുമില്ല. വിഭവങ്ങൾ പത്തായ പുരകളിൽ കൂട്ടിവയ്ക്കുന്നുമില്ല. വിളവ് അവർക്കില്ല, അവർ ചെയ്യുന്നില്ല. ജോലി ചെയ്യാതെ പറക്കുന്ന പക്ഷികൾ, കാക്കയും കുരുവിയും മറ്റുള്ള പക്ഷികളും ഒക്കെ പറക്കുകയാണ്. ഏതെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല. സമ്പാദിക്കുന്നുണ്ടോ? ഇല്ല. പത്തായങ്ങളിൽ ശേഖരിച്ച് വയ്ക്കാറുണ്ടോ? ഇത് വച്ചിരുന്നാൽ നാളെയും കൂടി കഴിക്കാമല്ലോ, അപ്പോൾ നാളത്തേക്ക് കൂടിയുള്ള ആഹാരം കൂടെ ചേർത്ത് വയ്ക്കാമെന്ന് ചേർത്ത് വയ്ക്കുന്നില്ല. മനുഷ്യൻ ചേർത്ത് വയ്ക്കും, മനുഷ്യൻ ചേർത്ത് വയ്ക്കും. പത്തായത്തിലും വയ്ക്കും, പെട്ടിക്കകത്തും വയ്ക്കും. അതവൻ്റെ ഗുണം. പറവകൾക്കതില്ല, പത്തായ പുരകളിൽ കൂട്ടിവയ്ക്കുന്നുമില്ല. എങ്കിലും
നിങ്ങളുടെ സ്വർഗീയ പിതാവ് അവയെ തീറ്റി പോറ്റുന്നു. ഹല്ലേലൂയ. ഈ പറവകൾക്കെല്ലാം ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ച് പറക്കുന്ന ഈ പറവകൾക്കെല്ലാം ദൈവം ആഹാരം നൽകുന്നു. എല്ലാറ്റിനും ദൈവം ആഹാരം നൽകുന്നു എന്ന് എല്ലാ ദിവസവും. ഇത് നീ ശ്രദ്ധിക്കണമെന്ന് യേശു പറയുകയാണ്. നീ വിശ്വാസി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരിക്കില്ലയോ മൂടാങ്കി ഇട്ടും കൊണ്ട്? നിന്നോട് പറയുകയാണ് ഇത് നീ ശ്രദ്ധിക്കണമെന്ന്. ആകാശത്തിലെ പറവകൾ അനങ്ങുന്നില്ല, ജോലി ചെയ്യുന്നില്ല, ദിവസേന അത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവയേക്കാൾ വിലപ്പെട്ടവരല്ലയോ നിങ്ങൾ? യേശു ചോദിക്കുന്നു. എടാ, ഈ ആകാശത്ത് പറക്കുന്ന പറവകൾക്ക് പോലും ദൈവം ദിവസേന ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ഈ പറവകളെക്കാൾ, പക്ഷികളെക്കാൾ എത്രയോ മേന്മയുള്ളവരാണ്. കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരല്ലയോ? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ലയോ? ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നവരല്ലയോ? അപ്പോൾ നിങ്ങൾക്ക് നാളെയെക്കുറിച്ചുള്ള ദുഃഖം എന്തിന്? നിങ്ങളുടെ അപ്പൻ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യം ഉണ്ട് എങ്കിൽ നാളത്തെ ആഹാരത്തിനെക്കുറിച്ചോ വസ്ത്രത്തിനെക്കുറിച്ചോ നീ ചിന്തിച്ച് ഇന്നേ നീ വേവലാതിപ്പെടുമോ? ഇല്ല, ഒരിക്കലുമില്ല, അതൊരിക്കലുമില്ല. വീണ്ടും ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, അതിൻ്റെ 31 വാക്യം, 6-ാം അധ്യായം 31 പറയുന്നു, ഞങ്ങൾ എന്ത് തിന്നും, ഞങ്ങൾ എന്തു കുടിക്കും, ഞങ്ങൾ എന്തുടുക്കും എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾ ആകുലരാകരുത്. നാളെ എന്ത് ചെയ്യും? നാളത്തെ ആഹാരത്തിന് എവിടെ പോകും? നാളെ ഏത് തുണിയെടുത്ത് ഉടുക്കും എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾ ആകുലരാകരുത്. കാരണം വിജാതീയരാണ് ഇവയെല്ലാം തേടുന്നത്. നിങ്ങൾ തേടാൻ പാടില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്. നിങ്ങൾ അഭിഷേകം പ്രാപിച്ചവരാണ്. നിങ്ങൾ ഇതിനൊന്നും ദുഃഖിക്കാൻ പോകരുത്. കാരണം നിങ്ങളുടെ അപ്പൻ ജീവനോടിരിക്കുന്നു. ആ അപ്പൻ നിങ്ങൾക്കെല്ലാം തരും. കാരണം ആകാശത്ത് പറക്കുന്ന പക്ഷികൾക്കും ദിവസേന ആഹാരം കൊടുക്കുന്നെങ്കിൽ നിങ്ങളെ മക്കളായി, സ്വന്തം മക്കളായി മാറ്റിയ യേശു നിനക്കുള്ള ഭക്ഷണവും നിൻ്റെ ആവശ്യങ്ങൾക്കുള്ള പണവും നിനക്ക് കർത്താവ് തരാതിരിക്കുമോ? കാരണം വിജാതീയരാണ് ഇവയെല്ലാം തേടുന്നത്. വിജാതീയർ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാത്തവൻ. ദൈവത്തെ അറിയാത്തവരാണ് നമ്മുടെ നാടുകളിലുള്ളത്. ഒന്നും അറിയില്ല, കുരിശ് വരയ്ക്കാൻ മാത്രം അറിയാം. പിതാസുതൻ പരിശുദ്ധാത്മാവ് ഇതും പറയും. പിതാസുതൻ പരിശുദ്ധാത്മാവ്. എന്താണ് കുരിശ്? എന്താണ് ഈ അടയാളം? ഒരു പിടിയുമില്ല. അവർ വിജാതീയരെ പോലെ ജീവിക്കുന്നു, ദൈവത്തെ അറിയാത്തവരെ പോലെ ജീവിക്കുന്നു. ദൈവവുമായി അവർക്ക് ബന്ധമില്ല. ജോലി ചെയ്യുന്നു, പണം കിട്ടുന്നു. അത് കടലിലായാലും കരയിലായാലും അവർക്ക് വേണ്ട പണം കിട്ടുന്നു. ആ പണം കൊണ്ട് അവർ ആഹാരം കഴിക്കുന്നു, ആവശ്യങ്ങൾ നിറവേറ്റുന്നു. അതുമാത്രം മതി. ദൈവമാരെന്നറിയേണ്ട, ചത്താൽ എവിടെ പോകുമെന്നൊരു പിടിയുമില്ല. ഒരാത്മാവുണ്ടെന്ന് അവർക്കറിയില്ല. ഈ ആത്മാവ് മരിച്ചാൽ ദൈവകരങ്ങളിൽ പോയി ചേർന്നാൽ മാത്രമേ നാം സ്വർഗത്ത് പോകത്തുള്ളൂ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാത്തവരാണ് വിജാതീയരെന്ന് പറയുന്നത്. വിജാതീയർ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണപ്പെടുന്ന 90% വിജാതീയരാണ്. അങ്ങനെ വിജാതീയരാണ് ഇതെല്ലാം തേടുന്നത്, ഇതെല്ലാം തിരക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമുണ്ടെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവിന് അറിയാം. നിങ്ങൾക്ക് ആഹാരവും വസ്ത്രവും കിടപ്പാടവും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക്, മക്കളെ പഠിപ്പിക്കാനും മക്കളെ കെട്ടിച്ചയക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കും, വീട് നിർമ്മിക്കാനും ബോട്ട് നിർമ്മിക്കാനും വള്ളം കെട്ടുവാനും
നിങ്ങൾക്ക് പണം ആവശ്യമുണ്ട് എന്ന് നിൻ്റെ ദൈവത്തിനറിയാം. നിൻ്റെ ആവശ്യങ്ങൾ ദൈവത്തിനറിയാം. വിജാതീയരുടെ ആവശ്യം കർത്താവ് അറിയുന്നില്ല, അറിയേണ്ട കാര്യമില്ല. അവരെ അങ്ങ് ഒതുക്കി തള്ളിയിരിക്കുകയാണ്. അപ്പോൾ അവരെന്ത് മോശക്കാരാണോ? ഇല്ല, കയ്യിൽ പണമുണ്ട്, വോട്ടുണ്ട്, സ്വത്തുണ്ട്, എല്ലാം ഉള്ളവരാണ്. പക്ഷേ അവർ വിജാതീയരാണ്, നമ്മുടെ ജാതിയിൽ നിന്നും മാറിയവരാണ്. നാം ദൈവത്തിൻ്റെ ജാതിയാണ്, നാം യേശുവിൻ്റെ ജാതിയാണ്. യേശുവിൻ്റെ മക്കളായതുകൊണ്ട് നാം യേശുവിൻ്റെ ജാതിയായി മാറി, നാം യഹൂദ ജാതിയായി മാറി. അപ്പോൾ യഹൂദ ജാതിയായി മാറിയ നമുക്ക് യഹൂദനായ യേശു നമുക്ക് അപ്പനായി മാറി. ആ അപ്പൻ്റെ സ്വന്തം മക്കളാണ് നാം. നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആ അപ്പനായ യേശുവിനറിയാം. ആ ബോധ്യം നിനക്കുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം നീ ജീവിക്കുമായിരുന്നു. ഈ ഞാനിപ്പോൾ പറഞ്ഞ ബോധ്യം നിനക്കുണ്ടായിരുന്നെങ്കിൽ നിൻ്റെ അടുത്തിരിക്കുന്നവർ നീ സ്നേഹിക്കുമായിരുന്നു. ഈ ബോധ്യം നിനക്കുണ്ടെങ്കിൽ നീ പുറത്തുള്ള 10 പേരോട് സുവിശേഷം പറയുമായിരുന്നു. ഈ ബോധ്യം നിനക്കുണ്ടായിരുന്നുവെങ്കിൽ നീ 10 പേരോട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ അവരും നിന്നെപ്പോലെ രക്ഷിക്കപ്പെട്ടവരായി മാറുവാൻ അവർ പ്രയാസപ്പെട്ട് എങ്ങനെയെങ്കിലും ദൈവത്തിന് 10 ആത്മാക്കളെ കൊടുക്കുവാൻ നീ കടന്നു വരുമായിരുന്നു. ഈ ബോധ്യം നിനക്കില്ല, ഈ അറിവില്ല, ഈ തിരിച്ചറിവില്ല. ഇതറിയുന്നവരുണ്ട്, കുറേ പേരെങ്കിലും കാണുന്നതിനകത്ത്. അവർക്ക് ദൈവത്തിൻ്റെ നിയമങ്ങളറിയാം, ദൈവം ആഗ്രഹിക്കുന്ന എന്താണെന്ന് അറിയാം. എങ്ങനെയെങ്കിലും നിന്നെ കയറ്റി സ്വർഗത്തയക്കണം. ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. നിൻ്റെ ആഗ്രഹം അതല്ല. എങ്ങനെയെങ്കിലും 10 പണം ഉണ്ടാക്കി വലിയവനായിരിക്കണം, അത് നിൻ്റെ ആഗ്രഹം, നിൻ്റെ നശിച്ച ആഗ്രഹം, നീ നരകത്ത് പോകേണ്ടിയിരിക്കുന്ന ആഗ്രഹം. ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. ഈ ലോകത്ത് ജീവിക്കുമ്പോഴും സുഖമായൊരു ജീവിതം, സമാധാനപൂർണമായൊരു ജീവിതം, സന്തോഷപൂർണമായൊരു ജീവിതം, അതിനപ്പുറം ദൈവരാജ്യത്തിൽ സ്ഥലവും കിട്ടി ദൈവത്തിനടുത്തിരിക്കാനുള്ള ഭാഗ്യം. ഇതൊക്കെയാണ് നിനക്ക് വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. നീ ചെറിയ ചെറിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നു, കർത്താവാകട്ടെ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. ആ നല്ല ദൈവത്തോട് നിൻ്റെ കഷ്ടങ്ങളും പ്രാരാബ്ദങ്ങളും നീ എടുത്തു പറയുമ്പോൾ, ആ ഭാരം അവിടെ ഏൽപ്പിക്കുമ്പോൾ, കർത്താവ് അതിന് യോഗ്യമായത് എന്ത് വേണമോ അത് ചെയ്യുന്നു. കാരണം കർത്താവ് കുരിശ് ചുമന്നു, ഗാഗുൽത്തായിൽ കുരിശ് ചുമന്നു. കുരിശ് ചുമന്നപ്പോൾ എന്തൊക്കെ ചുമന്നു? നമ്മുടെ പാപങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ ശാപങ്ങൾ, ഇതൊക്കെയും കർത്താവ് കുരിശിൽ ചുമർന്നു തീർത്തു. അപ്പോൾ നമുക്ക് ശാപമില്ല, നമുക്ക് മരണമില്ല. ഏത് മരണം? ആത്മാവിൽ മരണം. ആത്മാവിൽ മരണം നമുക്കില്ല. ശാരീരിക മരണം മാത്രമേ നമുക്കുള്ളൂ. ശരീരം ഒരു നാൾ ചത്തുപോകും. ആത്മാവിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ നാം ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ്. ആ ഒരു പ്രകൃതം നിന്നിലുണ്ടാകണം. ഇല്ല എങ്കിൽ നിനക്ക് ദൈവത്തോട് അടുക്കുവാൻ സാധ്യമല്ല. കുരിശ് ചുമർന്ന് എല്ലാം തീർത്തു, നിൻ്റെ പാപം എല്ലാം തീർത്തു, നിൻ്റെ രോഗം ശാപം എല്ലാം തീർത്തു. അപ്പം പിന്നെ അങ്ങനെ തീർത്തെങ്കിൽ പിന്നെ എനിക്കിപ്പോഴും രോഗം വരുന്നല്ലോ, ഞാൻ ഇനിയും ആശുപത്രിയിൽ പോകുന്നല്ലോ, ഞാൻ ഇനിയും ഇഞ്ചക്ഷൻ എടുക്കുന്നല്ലോ, ഞാൻ ഇനിയും ഓപ്പറേഷന് പോകുന്നല്ലോ. അതെന്താണെന്ന് പറഞ്ഞാൽ കുരിശിൽ ചുമന്ന് തീർത്തു. കുരിശിൽ ചുമന്ന് തീർത്ത ആ യേശുവിനെ നീ അംഗീകരിക്കുന്നില്ല. ആ യേശുവിനോട് പൂർണ്ണമായ ആശ്രയം നിനക്കുണ്ടാകുന്നില്ല. കുരിശിൽ എൻ്റെ രോഗങ്ങൾ, എൻ്റെ ശാപങ്ങൾ, എൻ്റെ പ്രശ്നങ്ങളെല്ലാം 2000 വർഷങ്ങൾക്ക് മുമ്പ് കുരിശിൽ ചുമന്ന് തീർത്ത് എന്നെ വിടുവിച്ചവനാണ് എൻ്റെ യേശു. ആ യേശു എങ്ങനെയായിരുന്നോ ആ യേശുവിൻ്റെ മാതൃക
പിൻപറ്റി ഞാൻ ജീവിച്ചാൽ നിനക്ക് ഒരിക്കലും ഉണ്ടാകുകയില്ല. എന്തുണ്ടാകുകയില്ല? ദുഃഖം, ദുരിതം ഉണ്ടാകുകയില്ല. കാരണം കർത്താവ് ചുമന്ന് തീർത്തു കഴിഞ്ഞു. അപ്പം നിൻ്റെ ശാപങ്ങൾ, രോഗങ്ങൾ എല്ലാം കർത്താവ് തീർത്തു കഴിഞ്ഞു എന്നുള്ള പൂർണ്ണ ബോധ്യം നിനക്കുണ്ടാകണം. അതാണ് വേണ്ടത്. അപ്പോൾ ദൈവത്തിൻ്റെ ആ വാഗ്ദത്തം നിന്നിൽ നിറവേറുന്നു. അപ്പോൾ സുഖമായൊരു ജീവിതം നിനക്ക് നയിക്കുവാൻ സാധിക്കും. ഒരു നല്ലൊരു ഭാവി ജീവിതം നിനക്കുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. വായിക്കാം 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. നിങ്ങളുടെ ആകുല ചിന്തകളെല്ലാം അവനിൽ സമർപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ആകുല ചിന്തകളെല്ലാം അവനിൽ സമർപ്പിക്കുക. നിൻ്റെ യേശുവിൽ സമർപ്പിക്കുക. നിൻ്റെ ആകുല ചിന്ത, നിൻ്റെ മനസ്സിലെ വേദന, നിൻ്റെ മനസ്സിലെ സങ്കടം, അയ്യോ കർത്താവേ എനിക്കൊരു വിടുതൽ തരണേ, എൻ്റെ മക്കൾക്കൊരു വിടുതൽ കൊടുക്കണമേ, ഭാവിയിലൊരു ജീവിതം, അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണമേ, അയ്യോ എന്ന് പറഞ്ഞ് നീ നിലവിളിക്കേണ്ട കാര്യമില്ല. നീ നിലവിളിക്കേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ മോനാണെങ്കിൽ, നീ കർത്താവിൻ്റെ മോളാണെങ്കിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. യേശു എൻ്റെ അപ്പനാകുന്നു. യേശു എൻ്റെ അപ്പനാകുന്നു. യേശു എൻ്റെ സ്വന്തം അപ്പനാകുന്നു. അവൻ നോക്കിക്കൊള്ളും. എൻ്റെ കാര്യം അവൻ നോക്കിക്കൊള്ളും. നീ ആരടാ ചോദിക്കാൻ? നീ ആരടാ ചോദിക്കാൻ? നീ എടപ്പാടിൽ പോയിക്കൊണ്ടിരിക്കുന്നല്ലോ. നിനക്ക് എത്ര കാര്യം അവിടെ നടന്നു. അവൻ നോക്കിക്കൊള്ളും. അവൻ നോക്കുന്നുണ്ട്. അവൻ പ്രവർത്തിക്കുന്നുണ്ട്. അവൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാകണം. അല്ലാതെ പുസ്തകവും കെട്ടി വരുന്നതിൽ ഇവിടെ ഒരു അർത്ഥവുമില്ല. നിങ്ങളുടെ ആകുല ചിന്തകളെല്ലാം അവനിൽ സമർപ്പിക്കുക. കർത്താവേ, ഇതൊന്നും എനിക്ക് പാടില്ലാത്ത കാര്യമാണ്. എൻ്റെ ഹൃദയത്തിൽ എന്താണുള്ളതെന്ന് നിനക്കറിയാം. ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് നിനക്കറിയാം. നിൻ്റെ വചനങ്ങൾ എന്തുമാത്രം ഞാൻ പാലിക്കുന്നു എന്നുള്ളത് നിനക്കറിയാം. എൻ്റെ ഹൃദയത്തിൽ നീ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഈ അവസ്ഥയിൽ ഞാൻ എൻ്റെ ഹൃദയ ചിന്തകളെല്ലാം നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു. അങ്ങനെ സമർപ്പിക്കുക, അവനിൽ സമർപ്പിക്കുക. ആകുല ചിന്തകൾ അവനിൽ സമർപ്പിക്കുക. അവൻ നിങ്ങളെക്കുറിച്ച് ശ്രദ്ധാലുവാണ്. അവൻ നിങ്ങളെക്കുറിച്ച് ശ്രദ്ധാലുവാണ്. അവൻ നിങ്ങളുടെ കാര്യങ്ങൾ തിരക്കുന്നവനാണ്. എൻ്റെ മകൾക്ക് എന്ത് സംഭവിച്ചു? എൻ്റെ മകൻ എന്ത് സംഭവിച്ചു? അവൻ എന്താണ് പ്രശ്നം? അവൻ്റെ ഹൃദയത്തിൽ ഇത്രയും സങ്കടമുണ്ടാകേണ്ട കാര്യം എന്താണ്? എന്തിനായി അവൻ ദുഃഖിക്കുന്നു? എന്തിനായി ഈ മകൾ ദുഃഖിക്കുന്നു എന്ന് നിന്നെക്കുറിച്ച് ശ്രദ്ധാലുവാണ് യേശു. എങ്ങനെ ആയാൽ നീ യേശുവിനെ കുറിച്ച് ശ്രദ്ധാലുവാണ് എങ്കിൽ യേശുവിൽ നിനക്ക് പരിപൂർണ വിശ്വാസവും യേശുവിൽ പൂർണ്ണമായ യേശുവിനെ നീ അനുകരിക്കുകയും ചെയ്തുകൊണ്ട്, നിന്റെ എല്ലാം യേശുവിനെ ഏൽപ്പിച്ചുകൊണ്ട്, എല്ലാം സമർപ്പണം ചെയ്തുകൊണ്ട്, യേശു മാത്രം എൻ്റെ ജീവിതത്തിൽ മതി, അവൻ മാത്രം എനിക്ക് മതിയായവൻ എന്നുള്ള ഉറച്ച തീരുമാനം നിനക്കുണ്ട് എങ്കിൽ, എൻ്റെ യേശു എനിക്ക് എല്ലാ വകയിലും എനിക്ക് മതിയായവൻ, അവൻ മാത്രം മതി, എനിക്ക് അവൻ മാത്രം മതി, എനിക്ക് യേശു മാത്രം മതി എന്ന് ഹൃദയത്തിൽ നീ ചിന്തിക്കുന്നുവെങ്കിൽ അവൻ നിനക്ക് ശ്രദ്ധാലുവാണ്. അവൻ നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവനായി മാറും. യേശുവിനെ തള്ളിവിട്ടും കൊണ്ട് ശ്രദ്ധാലുവാണ് എൻ്റെ യേശു എന്ന് പറഞ്ഞാൽ, യേശു ശ്രദ്ധാലു അല്ല നിനക്ക്. നീ യേശുവിൻ്റെ മകനായി മകളായി ജീവിച്ചാൽ യേശു നിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായി കാണപ്പെടുമെന്നുള്ള
ആ ഒരു ഉറച്ച വിശ്വാസം നിനക്കുണ്ടാകണം. യേശു നിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കും, നിൻ്റെ കുറവുകൾ അകറ്റിത്തരും, നിൻ്റെ മനസ്സിലെ നിൻ്റെ എല്ലാ സങ്കടങ്ങളും മാറ്റിത്തരും, നിൻ്റെ കടബാധ്യത മാറും, നിൻ്റെ ആവശ്യങ്ങൾ എന്താണോ അതൊക്കെ മാറും, നിൻ്റെ ആവശ്യത്തിന് വേണ്ടതായ പണം കിട്ടും, എല്ലാം നിനക്ക് ചെയ്തു തരും. എന്നാൽ യേശുവിനെ നീ ആശ്രയിക്കുന്ന വ്യക്തിയായി, യേശുവിൻ്റെ സ്വന്തം മകനായി മകളായി തന്നെ ഞാൻ ഇനി ജീവിക്കുമെന്നുള്ള ഉറച്ച തീരുമാനമെടുക്കുമെന്നുണ്ടെങ്കിൽ ഇന്ന് നീ കേട്ട ഈ വചനങ്ങൾ നിൻ്റെ ജീവിതത്തിൽ പ്രയോജനമായിരിക്കുമെന്നുള്ളത് ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. ദൈവനാമത്തിൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങൾ കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങൾ കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെ പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെ പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. പിതാവില്ലാത്തോർക്ക് നല്ലൊരു താതന് പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും. പിതാവില്ലാത്തോർക്ക് നല്ലൊരു താതന് പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും. വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കും എല്ലാം കർത്താവത്രേ. വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കും എല്ലാം കർത്താവത്രേ. എൻ്റെ
ഹല്ലേലൂയ, 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 ஹalleluya, ஹalleluya. நம் ஆண்டவராகிய தேவனுக்கு நன்றி சொல்லுவோம். எல்லோரையும் நேசிக்கிற அன்பு பிதா கடைசியான நேரத்தில் தம்முடைய வேலையை முடிக்க யார் வந்தாலும் ஏற்றுக்கொள்வார். ஹalleluya, ஹalleluya. அவர் கரம் விரித்து வாருங்கள் 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 என்று வேகமாக செயலாட்டி கொண்டிருக்கிறார். உங்களோடும் எப்போதும் கூறுவது, பிறருக்கு நன்மை செய்யுங்கள், நற்செய்தி சொல்லுங்கள். இது கடைசி கால விருந்து. உங்கள் ஆத்மாவுக்கான விருந்தை ஆண்டவர் ஏற்படுத்தி இருக்கிறார். ஹல்லேலூயா. ஆண்டவராகிய கடவுளுடைய கடைசி காலத்தில் என்ன நடக்கும் என்பதை இசையா சாகமம் 25ஆம் அதிகாரம் 6வது வசனம் அவருடைய ஹெட்டிங் கொடுத்திருப்பதை கடைசி கால விருந்து. நம்முடைய ஆத்துமாக்களுக்கு உணவு தேவை, சரீரத்திற்கும் உணவு தேவை. ஆத்துமாவின் உணவு மனிதனால் கொடுக்க முடியாது. ஆண்டவர் தரும் அந்த உணவை நாம் சாப்பிட வேண்டும். வாசிப்போம். இறுதி கால விருந்து. ஹல்லேலூயா. இது எழுதப்பட்டு 2700 ஆண்டுகள் ஆகின்றன. இசையா சாகமத்தில் கூறப்பட்ட வசனம் 2700 ஆண்டுகளுக்கு முன்னால் எழுதப்பட்ட வசனம் இன்று இந்த இடத்தில் நிறைவேறி வருகிறது. சிந்தித்து பாருங்கள். நாம் மகாபாக்கியசாலிகள். நம்மை போல எந்த சபையிலும் யாரும் கிடையாது. உணவுக்காக மட்டும் உழைக்காதீர்கள், செத்து போவீர்கள். இறுதிகால விருந்து 2700 ஆண்டுகளுக்கு முன்னால் எழுதப்பட்டது. இது என்று இந்த இல்லத்தில் இந்த விருந்து நடந்து வருகிறது. வாசிப்போம். சேனைகளின் ஆண்டவர் இந்த மலை மேலே, இந்த பாறை மேலே, ஆண்டவராகிய இயேசு கிறிஸ்துவின் மேலே எல்லா இனத்தவருக்கும் எல்லா மக்களுக்கும் விருந்தொண்டை தயாரிக்கிறார். ஹல்லேலூயா. அது அரிசி சமையலா, இல்லை அப்பமா, ரொட்டியா? அது என்ன விருந்து? அறுசுவை உணவு, சிறந்த பழரசமும் கொழுப்பு நிறைந்த இறைச்சியும் மடிகட்டி சுத்தம் செய்த திராட்சை ரசமும் இந்த விருந்திலே பரிமாறப்படுகிறது. ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா. கடைசி கால விருந்து. திருப்பி வாசி. சேனைகளின் ஆண்டவர் இந்த மலை மேலே எல்லா மக்களுக்கும், எல்லா ஜாதியினருக்கும், எல்லா இனத்தவரும் ஒன்று கூடி வந்து தங்கள் ஆத்மாவுக்குரிய உணவை ஆண்டவர் தயாரிக்கிறார். இது மனிதனால் உண்டாக்கப்படுவதல்ல, இது ஆண்டவரால் தரப்படுவதாகும். ஹல்லேலூயா, ஹல்லேலூயா. தருவோர் ஆண்டவர். என்ன உணவு தருகிறார்? அறுசுவையுள்ள உணவு. ஆண்டவராகிய இயேசு கிறிஸ்துவின் சரீரம். ஹல்லேலூயா. சிறந்த பழரசம், சுவை உள்ளது. ஆண்டவராகிய இயேசு கிறிஸ்துவின் திரு ரத்தம். அறுசுவை உணவு உன்னுடைய ஆத்மாவை பரலோக ராஜ்யம் கொண்டு சேர்க்கும் உணவு. சிறந்த
பழரசம், சுவை நிறைந்த பழரசம். சரீரம் முழுமையான அழுக்கை போக்கி சுவை தருகிற பழரசம். ஹல்லேலூயா, ஹல்லேலூயா. கொழுப்பு நிறைந்த இறைச்சியும் ஆண்டவராகிய இயேசு கிறிஸ்துவின் திருசரீரம், கொழுப்பு நிறைந்த இறைச்சியும் வடிகட்டி சுத்தம் செய்த திராட்சை ரசம் இரத்தமும் இந்த விருந்தில் பரிமாறப்படுகிறது. உங்கள் ஆத்துமாக்கள் மேலெழுந்து செல்லும்படியான உணவு. ஹல்லேலூயா. இடப்பாடில் வரும் மக்களுக்கு இது கண்டிப்பாக கிடைக்கும். ஏன் அப்படி இடப்பாடில் வரவங்களுக்கு மட்டுமா கிடைக்கும்? ஆண்டவர் குடிகொண்டு இருக்கிறார். தருவது மனிதர்கள் அல்ல, ஆண்டவராகிய ஆவியானவர். ஹல்லேலூயா, ஹல்லேலூயா. கொழுப்பு நிறைந்த இறைச்சி இயேசுவின் சரீரம், கொழுப்பு நிறைந்த இறைச்சி வடிகட்டி சுத்தம் செய்த திராட்சை ரசம் இரத்தம். அவருடைய இரத்தத்தால் நம் உடல்கள் கழுகப்பட வேண்டும். அவருடைய இரத்தத்தால் தலை முதல் பாதம் வரையிலும் கழுகப்பட வேண்டும். அவருடைய இரத்தத்திலிருந்து வேறுபட்ட அக்கினி ஜுவாலையால் நம்மை ஆண்டவராகிய கடவுள் சுத்திகரிக்க வேண்டும். ஆண்டவராகிய கடவுள் செயலாற்ற வேண்டும். இதை உங்களுக்கு படிப்பனையாய் கொடுக்கத்தான் எங்களால் முடியுமே ஒழிய செய்வோர் ஆண்டவராகிய கடவுள். கொழுப்பு நிறைந்த இறைச்சி சரீரம், அந்த சரீரத்திலிருந்து வேறுபட்ட ஆவியும் வல்லமையும் துடிப்புள்ள ஜீவ சக்தி, அந்த மாம்சத்திலிருந்து வெளியேறிய அந்த சக்தியானது நமக்குள் குடிகொண்டிருக்க வேண்டும். ஹல்லேலூயா. நமக்குள் தங்க வேண்டும், நமக்குள் குடியிருக்க வேண்டும். இல்லையே நாம் மேலெழுந்து போக முடியாது. நாம் மேலெழுந்து போக வேண்டுமானால் அவருடைய சுவை நிறைந்த இறைச்சி, ஆண்டவராகிய இயேசு கிறிஸ்துவின் சரீரத்திலிருந்து வேறுபட்ட ஆவியும் வல்லமையும், இரத்தத்திலிருந்து வேறுபட்ட அக்கினி ஜுவாலை, இவை எல்லாமே நமக்காக ஆண்டவர் ஒப்படைத்தார். ஹல்லேலூயா, ஹல்லேலூயா. ஒன்று கூட வாசி. சேனைகளின் ஆண்டவர் இந்த மலை மேலே, பாறை மேலே, கிறிஸ்து என்னும் பாறை மேலே எல்லா மக்களுக்கும் விருந்து ஒன்றை தயாரித்தார். அறுசுவை உணவு, சிறந்த பழரசமும் கொழுப்பு நிறைந்த இறைச்சியும் வடிகட்டி சுத்தம் செய்த திராட்சை ரசமும் இந்த விருந்திலே பரிமாறப்படும். ஹல்லேலூயா. நீங்கள் தெரியாமலே, உங்களுக்கு சிந்தை இல்லாமல் நீங்கள் ஜெபித்து கொண்டு இருக்கும் போதே உங்கள் ஆத்மா திருப்தி அடையும். அது சந்தோஷத்தோடு உணவு அருந்தி கொண்டே இருக்கும். ஹல்லேலூயா, ஹல்லேலூயா. சுவையுள்ள உணவு, சுவை நிறைந்த உணவு, மதுரமான உணவு ஆத்மாவுக்கு ஆண்டவர் கொடுப்பார். ஆனால் உங்களுக்கு அது புரியாது. நீங்கள் ஸ்தோத்திரம் அல்லேலூயா என்று சொல்லும் போதும், பாடும் போதும், செய்திகள் கேட்கும் போதும் ஆண்டவர் செயலாட்டி கொண்டே இருப்பார். நீங்கள் இந்த ஜெபத்தில் இன்று போக முடியாதே என்றெண்ணி வராமல் இருந்தால் உன்னுடைய ஆத்மா பட்டினி கிடக்கும். அதற்கு உணவு கிடைக்காது. வேறெந்த உணவும் ஆத்மாவுக்குரியதல்ல. ரெண்டாவது, இடப்பாடின மக்களுக்கு
என்னென்ன தேவைகளோ அவையெல்லாம் ஆண்டவர் கொடுத்து உதவி செய்வார். ஹல்லேலூயா, ஹல்லேலூயா. கொலோசையருக்கு எழுதிய முதல் அதிகாரம் 1:27. ஏனெனில் இந்த திட்டத்தின் மாட்சிமை வேறெங்கும் கேட்டிராத இந்த செய்தி நீங்கள் இடப்பாடில் கேட்கின்றீர்கள். ஏனெனில் இந்த திட்டத்தின் மாட்சிமை புறவினத்தாரிடையே எவ்வளவு வளமிக்கதாய் உள்ளது என்பதை தம் மக்களுக்கு தெரிவிக்க இறைவன் திருவுளம் கொண்டார். கடைசி காலத்தில் மக்கள் எல்லோருக்கும் தெரியப்படுத்த வேண்டும், எல்லோரும் அறிந்திருக்க வேண்டும். எல்லா இனத்தவரும் எல்லா ஜாதிகளும் ஒன்று கூடி வர வேண்டும். எல்லா மக்களுக்கும் நற்செய்தி தெரியப்படுத்த வேண்டும். எல்லோரும் ஆண்டவரின் வார்த்தையை அறிந்திருக்க வேண்டும். திட்டம் நிறைவேறப் போகிறது. ஆண்டவர் வரப்போகிறார். நேரம் நெருங்கிவிட்டது. சின்னப்பர் கூறுகிறார், ஏனெனில் இந்த திட்டத்தின் மாட்சிமை நீங்கள் இந்த விருந்தகத்தில் உங்களை தெரியாமலே உணவருந்தி கொண்டு இருக்கின்றீர்கள். ஹல்லேலூயா, ஹல்லேலூயா. கொழுப்பு நிறைந்த இறைச்சி, வடிகட்டி சுத்தம் செய்த திராட்சை ரசம் இந்த விருந்திலே உங்களுக்கு பரிமாறப்படுகிறது. ஹல்லேலூயா, ஹல்லேலூயா. ஏனெனில் இந்த திட்டத்தின் மாட்சிமை புறவினத்தாரிடையே எவ்வளவு வளமிக்கதாய் உள்ளதென்றால், புறவினத்தாரிடையே ஆண்டவராகிய கடவுளை தெரியாத மக்களிடையே எவ்வளவு வளமிக்கதாய் உள்ளது என்றால் என்பதை தம் மக்களுக்கு தெரிவிக்க இறைவன் திருவுளம் கொண்டார். ஹல்லேலூயா, ஹல்லேலூயா. அது என்ன திட்டம்? புறவினத்தார், ஆண்டவர் அறியாதவர்கள், முன்னோர்கள், நம்முடைய முன்னோர்கள் கிறிஸ்தவர்களாய் இருக்கவே இல்லை. நற்செய்தி கூற வந்தார்கள். சௌரியார் வந்தார். பல ராஜ்யங்களிலிருந்தும் நற்செய்தி கூறுவதற்கு பலர் நற்செய்தியாளர்கள் புறப்பட்டு வந்தார்கள். நம்முடைய முன்னோர்களை, அதாவது நமக்கு முன்னால் ஒரு 8-10 தலைமுறை அக்காலத்தில் அவர்களை மாட்டினார்கள். பல இடங்களுக்கும் புறப்பட்டு சென்றார்கள். நற்செய்தி கூறிக்கொண்டே இருந்தார்கள். ஏதோ கட்டிடமிட்டு பணம் உண்டாக்கி வேலை செய்து சம்பாதிக்க அல்ல, ஆண்டவருடைய கொழுப்பு நிறைந்த இறைச்சியை சாப்பிடும் மக்கள் எழும்ப வேண்டும். கிறிஸ்தவர்கள் அல்லாத இடங்களுக்கு அவர்கள் புறப்பட்டு வந்தார்கள். அவர்கள் யார்? புறவினத்தாரிடையே வந்த நற்செய்தியாளர்கள், தேவ மனிதர்கள். நற்செய்தி கூறுபவர்கள் தேவ மனிதர்கள். ஆண்டவரின் ஜனமாக ஒரு ஜனத்தை மாற்றுபவர்கள் தேவனின் மனிதர்கள், தேவ மனிதர்கள். கிறிஸ்து உங்களுக்குள் இருத்தலே அந்த திட்டம். மனிதர்களுக்குள் ஆண்டவர் குடிகொண்டு இருப்பதே அந்த திட்டம். அவரை விட்டு வெளியேறி நம்மால் எதுவும் செய்ய முடியாது. ஹல்லேலூயா, ஹல்லேலூயா. ஆண்டவர் உனக்குள் இருப்பதே அந்த திட்டம். உங்கள் முகங்கள் எல்லாமே அவருக்கு நன்றாக தெரியும். ஆண்டவர் உங்களை பார்க்கிறார். நீங்கள் ஆண்டவரின் மனிதர்கள், நீங்கள் ஆண்டவரின் பிள்ளைகள். மறக்காதீர்கள், பெற்ற தாய் தந்தை சரீரத்திற்குத்தான் தாய் தந்தை. நம்முடைய ஆத்துமாவை சிறகடித்து பறந்து மேலே கொண்டு செல்வதற்காக தன் உயிரையே கையளித்தார் ஆண்டவர் இயேசு.
அவர் ஜீவனையே கொடுத்தார். ஆண்டவர் இயேசு நமக்காக, நம்மை மேலுலகம் கொண்டு போய் சேர்ப்பதற்காக. இந்த உலகத்தில் காணப்படுகிற மக்களை விட நீங்கள் பெரியவர்கள், நீங்கள் எல்லோரும் பாக்கியசாலிகள். கடவுளுக்கு நன்றி சொல்லுங்கள். எல்லோரும் முழங்கால் படியிடுவோம். நன்றியோடுமை துதிக்கிறோம் ஆண்டவரே, சேனைகளின் ஆண்டவரே, சேனைகளின் ஆண்டவரே. ஒரு சேனையாய் இடப்பாடின் மக்களை ஏற்றுக்கொள்ள, உம்முடைய சேனையாய் இடப்பாடின் பிள்ளைகளை ஏற்றுக்கொள்ளும் ஆண்டவரே. உம்முடைய மக்களாக இருக்கின்றார்கள், உம்முடைய பிள்ளைகளாக இருக்கின்றார்கள் ஆண்டவரே. உம்முடைய சன்னிதானத்தில் எழுச்சியோடு, ஆவியோடு, உண்மையோடு பரமதந்தையை போற்றி புகழ்ந்து எட்டுகிறார்கள். உமக்கு நன்றிப்பா, உமக்கு நன்றி ஆண்டவரே, உமக்கு நன்றி தகப்பனே. அப்பா, praise the Lord, glory to Lord, glory to Lord, praise the Lord, glory to Lord. எத்தனையோ நன்மைகள் செய்தீர், எத்தனையோ நன்மைகள் செய்தீர், எத்தனையோ நன்மைகள் செய்தீர், எத்தனையோ நன்மைகள் செய்தீர். சிதறி போக வேண்டிய மக்களை நீர் சேர்த்து நிறுத்தினீர். உம்மோடு உம்மோடு மார்போடு சேர்த்து அரவணைத்து கொண்டீர் ஆண்டவரே. பிரைஸ் தி லார்ட், glory to Lord. என் பிள்ளைகள் மேலே, உம்முடைய மக்கள் மேலே சாத்தான் சாத்தான் போராடாமல் காத்து கொள்ளும் ஆண்டவரே. சத்துரு தொல்லைகளை அகற்றும் ஆண்டவரே. அவர்கள் எழுச்சியோடு எழும்பட்டு, அவர்கள் எழுச்சியோடு எழும்பட்டு, ஆண்டவரின் பிள்ளைகள் எழும்பட்டு, ஜீவனான தேவனுக்கு சாட்சியாக எழும்பட்டு, ஆண்டவரின் மக்கள் எழும்பட்டு, ஆண்டவரின் பிள்ளைகள் எழும்பட்டு. பிரைஸ் தி லார்ட், glory to Lord, glory to Lord. உம்முடைய ஆசீரின் கரம் உம்முடைய மக்கள் மேல் இறங்கட்டும். உம்முடைய ஆசீரின் கரம் உம்முடைய பிள்ளைகளுடைய இல்லத்தில் செயலாற்றட்டும். அவர்கள் வேலைகளில் ஆசீர்வாதம் உண்டாகட்டும், அவர்கள் தொழில்களில் ஆசீர்வாதம் உண்டாகட்டும், கடலில் அவர்களுக்கு ஆசீர்வாதம் உண்டாகட்டும், கரையில் அவர்களுக்கு ஆசீர்வாதம் உண்டாகட்டும். பிரைஸ் தி லார்ட், glory to Lord. ஆசீர்வதிக்கிற ஆண்டவராகிய கடவுளுக்கு கோடி கோடி நன்றி செலுத்துகிறோம். ஆசீர்வதிக்கிற தகப்பனாம் தேவனுக்கு கோடி கோடி நன்றி செலுத்துகிறோம். நன்றி ஆண்டவரே, நன்றி அப்பா. அப்பா அப்பா உமக்கு நன்றி அப்பா. அப்பா நன்றியோடுமை துதிக்கிறோப்பா, நன்றியோடுமை ஸ்தோத்தரிக்கிறோம் தகப்பனே. நன்றி ஆண்டவரே, நன்றி ஆண்டவரே, நன்றி ஆண்டவரே. ஆண்டவரே, சத்ரு போராட்டத்தில் சகோதரர்களை காத்து கொள்ளும்படியாக ஜெபிக்கிறோம். வாலிப தம்பிமார்களை பாதுகாக்க ஜெபிக்கிறோம். சிறுவர் முதல் அனைவரையும் பாதுகாக்க ஜெபிக்கிறோம். ஆண்டவர் ஆசீர்வதிக்க ஜெபிக்கிறோம், பாதுகாக்கும்படியாக ஜெபிக்கிறோம். சகோதரிகளை, குடும்பங்களை ஆசீர்வதிக்கும்படியாக ஜெபிக்கிறோம், பாதுகாக்கும்படி ஜெபிக்கிறோம், காத்து கொள்ளும்படியாக ஜெபிக்கிறோம். பிரைஸ் தி லார்ட், glory to Lord. எந்த குடும்பத்திலும் சண்டை பொல்லாப்புகள் ஏற்படாமல் பாதுகாக்க ஜெபிக்கிற ஆண்டவரே. பிரைஸ் தி லார்ட், glory to Lord. ஆசீர்வதியம், 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 ஆசீர்வதியம். அப்பா, இந்த மக்களை மார்போடு சேர்த்து அரவணைத்துக் கொள்ளும், இந்த குடும்பங்களை உம்மோடு சேர்த்து அரவணைத்துக் கொள்ளும். இவர்களை ஆசீர்வதியும் ஆண்டவரே, ஆசீர்வதியும் ஆண்டவரே, ஆசீர்வதியும் ஆண்டவரே, ஆசீர்வதியும் ஆண்டவரே, ஆசீர்வதியும் ஆண்டவரே. எல்லாம் வல்ல ஆண்டவராகிய இயேசு கிறிஸ்துவின் நாமத்தில் ஜெபிக்கிறோம். ஜெபங்கேளு நல்ல பிதாவே. என் ஆத்துமாவே கர்த்தரை ஸ்தோத்திரி, என் முழுள்ளமே அவருடைய பரிசுநாமத்தை ஸ்தோத்திரி. என் ஆத்துமாவே கர்த்தரை ஸ்தோத்திரி, அவற்றை சகல நன்மையும் ஒருபோதும் மறவாதே. ஆமென். ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா.